നമസ്കാരം. ലൈസിയം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ 2023 ഡിസംബർ കേറ്റഡ് നാച്ചുറൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൊറിയാൻഡ്രം ക്രീമോകാർപ്പ് ഒസീമിയത്തിൻ്റെ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ സിട്രസ് ഹെസർപീഡിയം ആൻഡ് അതേപോലെ ബലൗസ്റ്റ ഏത് പ്ലാന്റിൻ്റെ ഫ്രൂട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലൈക്വൈസ് ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കാർക്കുറലസ് ഈഗൽ പോംഗ്രനേറ്റ് എറ്റേരിയോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ പറയുന്നതിൽ ഏതാണ് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയിൽ വരുന്നതാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് DNA ടു RNA അല്ലെ, DNA-യിൽ നിന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ബി ഓപ്ഷൻ, ദ പ്രോസസ് വെയർ എ DNA സീക്വൻസ് ഇസ് കോപ്പീഡ് ടു RNA ഫോർ ദി പർപ്പസ് ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ളതാണ് 72nd ക്വസ്റ്റ്യൻ്റെ ആൻസർ. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 73ാമത്തെ ചോദ്യം, ഹൗ ദ ബോഡി സ്ട്രക്ചർ ഓഫ് ആൻ അനലിഡ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ആർത്രോപോഡ്. അപ്പം ആർത്രോപോഡിന്റെ ബോഡി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനലിഡിന്റെ ബോഡി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ നോക്കുവാണെങ്കിൽ അനലിഡ്സ് ലാക്ക് ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലേ. അനലിഡ്സിന് ആർത്രോപോഡ്സിനെ പോലെ എന്തില്ല? ജോയിന്റഡ് അപ്പൻഡേജസ് ഇല്ല. സോ ആ ഒരു ചേഞ്ച് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ദെൻ ഈ പറയുന്നതിൽ സീറോ ഗ്രോത്ത് പിരമിഡ് ഏതാണ്? സീറോ ഗ്രോത്ത് പിരമിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഗ്രോത്ത് റേറ്റ് എക്സ്പ്രസ് ചെയ്യാത്ത തരത്തിലുള്ള പിരമിഡ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 75ാമത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെക്കൻഡറി സൈലം. സെക്കൻഡറി സൈലത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായത് ഏതാണ്? അപ്പോൾ ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തേർഡ് ആൻഡ് ഫിഫ്ത്ത് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. തേർഡ് ആൻഡ് ഫിഫ്ത്ത്. ഓക്കെ, ദെൻ അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ബൈ റീകോമിനന്റ് DNA ടെക്നോളജി സ്റ്റെപ്സ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. അപ്പം എന്താണ് റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് കൃത്യമായുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഡി ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ്? ഇൻസേർഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഇൻ ടു ദി പ്ലാസ്മിഡ്. സെക്കൻഡ് വൺ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമിനന്റ് പ്ലാസ്മിഡ് ഇൻ ടു ഈക്കോളൈ. ദെൻ അത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് എന്താണ്? കൾച്ചറിങ് ഓഫ് റീകോമിനന്റ് ഈക്കോളൈ ഇൻ ബയോ റിയാക്ടേഴ്സ്. ദെൻ കംസ് എക്സ്ട്രാക്ഷൻ ഓഫ് റീകോമിനന്റ് ജീൻ പ്രോഡക്റ്റ് ഫ്രം ഈക്കോളൈ. ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇൻസുലിൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദെൻ 77ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നർ ലെയർ ഓഫ് ദി സ്കിൻ. ഇന്നർ ലെയർ ഓഫ് ദി സ്കിൻ എന്ന് പറയുന്നത് ഡെർമിസ് ആണ്. ഔട്ടർ ലെയർ എന്താണ്? എപ്പിഡെർമിസ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എ ആണ് വരുന്നത്. then അടുത്തത് 78ാമത്തെ ചോദ്യം, ഇതിലെ എന്താണ് ഫെർട്ടിലൈസേഷന്റെ ഒരു സ്റ്റേജസ്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജുകളിൽ കൃത്യമായിട്ടുള്ള ഓർഡർ ഏതാണ്? കറക്റ്റ് ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 78ാമത്തെ ചോദ്യം. സോ സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റുല, ഗാസ്ട്രുല, ഫീറ്റസ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. സൈഗോട്ട് ഫോം ചെയ്യുന്നു, ദെൻ അതിനുശേഷം മോറുല സ്റ്റേജ്, ദെൻ ബ്ലാസ്റ്റോസിസ്റ്റ്, അതിനുശേഷം ഗാസ്ട്രുല, ഫൈനലി ഫീറ്റസ്. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. അടുത്തത് ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് സ്റ്റെറൈൽ എയർ ഇൻ ബയോ റിയാക്ടേഴ്സ്. അപ്പോൾ ബയോ റിയാക്ടേഴ്സിൽ സ്റ്റെറൈൽ എയർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. സ്പാർജേഴ്സ് ആണ്. ഏതാണ്? സ്പാർജേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ലോക്കലൈസ്ഡ് ഇൻ അൺസ്റ്റാക്ഡ് മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ്സ്. അപ്പോൾ തൈലക്കോയിഡിന്റെ അൺസ്റ്റാക്ഡ് മെംബ്രെയിൻസിൽ ഈ പറയുന്നത് ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. ഇനി ടോപ്പോ ഐസോമറൈസിന്റെ പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാ ആൻസർ വരുന്നത്? ഏതാ? 81st question, it relaxes the supercoiled DNA, then rejoins DNA strands and join the okazaki fragments, provide the starting point for DNA polymerase, unwinds the double helix at the replication fork. അപ്പോൾ ആൻസർ വരുന്നത് റിലാക്സ് ദി സൂപ്പർകോയിൽഡ് DNA എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്.
ആൻഡ് ഓൾസോ അൺവൈൻഡ് ദി ഡബിൾ ഹെലിക്സ് അറ്റ് ദി റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നുള്ളതും വരുന്നുണ്ട്. അൺവൈൻഡ്സ് ദി ഡബിൾ ഹെലിക്സ് അറ്റ് ദി റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വരുന്നതുകൊണ്ട് അപ്പം ആൻസർ വരുന്നത് ബി ആണ് 1 and 4 എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 82ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ എന്താണ് പ്രഷർ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 82ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത 83ാമത്തെ ചോദ്യം ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. സിനാർജിഡ്സിൽ കാണുന്ന ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1 and 4 ആണ്. ഗൈഡ് ദി പൊള്ളൻ ട്യൂബ് ഇൻ ടു ദി സിനാർജിഡ്സ് ആൻഡ് എന്താണ്? സെക്രീറ്റ് പൊള്ളൻ ട്യൂബ് അട്രാക്റ്റന്റ്. അപ്പം 1ഉം 4ഉമാണ് 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 84ാമത്തെ ചോദ്യം the movement observed in many insectivorous plant where the touch of an insect touch stimulus ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? തിക്മോട്രോപിക് എന്ന് പറയും. എന്ത് പറയും? തിക്മോട്രോപിക്. അടുത്തത് 85ാമത്തെ ചോദ്യം ഗ്ലൈക്കോജന്റെ സ്റ്റോർഡ് ഫോം. ഗ്ലൈക്കോജന് നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ സ്റ്റോർഡ് ഫോം ആണ് അല്ലേ? അപ്പോൾ അതിനെ ആ ഒരു സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ്, അപ്പോൾ അതിനെ ആ ഗ്ലൈക്കോജൻ ആക്കി മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയും? ഗ്ലൈക്കോജെനിസിസ് അല്ലെ? ഗ്ലൈക്കോജെനിസിസ്. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജനെ ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ സി ആണ് 85 വരുന്നത്. അടുത്ത ഗോൾഗി കോംപ്ലക്സ് ഈസ് ആൻ ഓർഗനൽ ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ. ഗോൾഗി കോംപ്ലക്സ് ഏതിലാണ് വരുന്നത്? ഏത് കാര്യമാണ് ഗോൾഗി കോംപ്ലക്സ് ചെയ്യുന്നത്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ് ഓഫ് പ്രോട്ടീൻസ്. എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സിംഗ് ഓഫ് പ്രോട്ടീൻസ് ആണ് വരുന്നത്. 87ാമത്തെ ചോദ്യം ഇതിൽ അകത്തേക്ക് ഗ്യാസ്ട്രിലേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഉള്ളിലേക്ക് സെല്ലുകൾ എന്ത് ചെയ്യും? ഫോൾഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സെൽസ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എൻഡോഡേം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 88ാമത്തെ ചോദ്യം ഇതിൽ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും സെൻട്രൽ റോൾ പ്ലേ ചെയ്യുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ്. LH ഉം FSH ഉം ആണ്. ല്യൂട്ടനൈസിങ് ഹോർമോണും FSH ഉം ആണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇത് രണ്ടും എന്തിൽ വരുന്നതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനും ഒരുപോലെ ചെയ്യുന്നതാണ്. ഒരുപോലെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ദെൻ TLO ഡിസീസ്. അപ്പോൾ TLO ഡിസീസ് കോസ് ചെയ്യുന്നത് TLO ഡിസീസ് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സൾഫറാണ്. സൾഫറിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് TLO ഡിസീസ് ഉണ്ടാകുന്നത്. അടുത്തത് വിച്ച് among the following is the recognition sequence of ECO-R1. ECO-R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ഏതാണ്? അപ്പം GAATTC എന്നുള്ളതാണ് ഉത്തരം. GAATTC എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ECO-R1ന്റെ റെക്കഗ്നിഷൻ സൈറ്റ്. ദെൻ ഈ പറയുന്നതിൽ ഏതാണ് ബീസിന് ഫ്ലവേഴ്സിനെ കാണാനായിട്ട് സഹായിക്കുന്നത്? ഉത്തരം ഒമിറ്റീഡിയാണ്. ഒമിറ്റീഡിയാണ് എന്ത് ചെയ്യുന്നത്? ഹണി ബീസിനെ ഫ്ലവേഴ്സിനെ കാണാനായിട്ട് സഹായിക്കുന്നത്. ദെൻ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യും അല്ലേ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യും. അത് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ റിലീസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ബ്ലഡ് കാൽഷ്യം ലെവല് കുറയുമ്പോൾ അല്ലേ? ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയുമ്പോൾ അത് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ. അടുത്തത് ഈ പറയുന്നതിൽ ബേർഡ്സിനും ക്രോക്കഡൈൽസിനും ഒരേപോലെ കാണുന്ന ഫീച്ചർ എഗ് ലൈൻ ഫീച്ചർ ഉണ്ട് അല്ലേ? ഫുൾ ചേംബേർഡ് ഹാർട്ട് ഉണ്ട്. സ്കെയിൽസ് പ്രസന്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഈ പറയുന്നതിൽ ഇത് ഏതാണ് സീവേജ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാത്ത മൈക്രോബ്? അത് നമ്മുടെ ഫീക്കൽ മാറ്ററിലൊക്കെ യൂഷ്വലി കാണുന്ന ബിഫിഡോ ബാക്ടീരിയത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി അത് ഫീക്കൽ മാറ്ററിൽ ഉള്ളതാണ്. അത് മാത്രമല്ല അത് സീവേജ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു മൈക്രോബ് അല്ല. ബിഫിഡോ ബാക്ടീരിയ ആണ് ഇത് വരുന്നത് സീവേജ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കാത്ത മൈക്രോബിൽ വരുന്നത്. ദെൻ സ്മൂത്ത് മസിൽ സ്കെൽറ്റൽ മസിൽസിൽ നിന്നും എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ് അല്ലേ? ശരിയാണ്. സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ ഇൻവോളണ്ടറി ആണ്. അതുപോലെ തന്നെ എന്താണ്? സ്കെൽറ്റൽ മസിൽസ് സ്ട്രൈറ്റഡ് ആണ് അല്ലേ? സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത് സ്കെലിറ്റൽ മസിൽസിനാണ്. അപ്പം ഇവിടെ വരുന്നത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് A and B ആർ കറക്റ്റ് എന്നുള്ള ഉത്തരവാണ് വരുന്നത്. ബോത്ത് A and B ആർ കറക്റ്റ്. ഇനി അടുത്ത 96ാമത്തെ ചോദ്യം ഗ്യാപ് ജംഗ്ഷൻസ് ആർ ഇന്റർസെല്ലുലാർ കണക്ഷൻസ്. ഡെസ്മോസോംസ്, ഗ്യാപ് ജംഗ്ഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ സെൽസിന് ഇടയ്ക്ക്. അപ്പോൾ അതിൽ ഒന്നാണ് ഗ്യാപ് ജംഗ്ഷൻ. അപ്പോൾ ഗ്യാപ് ജംഗ്ഷന്റെ ഫംഗ്ഷൻ എന്താണ്? അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഇന്റർസെല്ലുലാർ കണക്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം.
So, gap junctions are intercellular connections, serve as a regulated cytoplasmic bridge for sharing small molecules between cells. അപ്പോൾ ചെറിയ മോളിക്യൂൾസിനെ സെൽസിനിടയ്ക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത 97ാമത്തെ ചോദ്യം, ക്ലോസ്ലി റിലേറ്റഡ് മോർഫോളജിക്കലി സിമിലർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് സിംബാട്രിക് പോപ്പുലേഷനെ നമ്മൾ എന്ത് പറയും? ക്ലോസ്ലി റിലേറ്റഡ് ആണ്, മോർഫോളജിക്കലി സിമിലർ ആണ്, പക്ഷെ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഇൻഡിവിജ്വൽസിനെ, സിംബാട്രിക് പോപ്പുലേഷനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് 97ാമത്തെ ചോദ്യം. ആൻസർ സിബ്ലിംഗ് സ്പീഷീസ് ആണ്. എന്താണ്? സിബ്ലിംഗ് സ്പീഷീസ്. ദെൻ വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് ക്യാരക്ടർ? ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ? ഹൈബ്രിഡൈസേഷനിലൂടെയാണ് നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് പ്രയോൺ? അതാണ് 99ാമത്തെ ചോദ്യം. What is a prion? So prion എന്താണ്? A protein that can alter the shape of a second protein. ഒരു പ്രോട്ടീൻ്റെ ഷേപ്പ് തന്നെ ഓൾട്ടർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറാണ് പ്രയോൺ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 100ാമത്തെ ചോദ്യം, ഈ പറയുന്നതിൽ ഏതാണ് മസിൽ മൂവ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ട് എന്നുള്ളതാണ്? സെറിബെല്ലം ആണ്. എന്താണ്? സെറിബെല്ലം ആണ്. അടുത്തത് ലിംഫും ബ്ലഡ് പ്ലാസ്മയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? രണ്ടിലും എന്തുണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. ബോത്ത് ദ ഫ്ലൂയിഡ്സ് ആർ പ്രൊപ്പൽഡ് ബൈ ഹാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തെറ്റായ ആൻസർ ആണ്. ദെൻ ബോത്ത് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്നുള്ളതും നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ബോത്ത് കണ്ടെയ്ൻസ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത 102ാമത്തെ ചോദ്യം, ഇതിലെ tRNAയുടെ ഫംഗ്ഷൻ എന്താണ് ട്രാൻസ്ലേഷൻ സമയത്ത്? നമുക്കറിയാം അല്ലേ, അമിനോ ആസിഡിനെ ക്യാരി ചെയ്തുകൊണ്ട് mRNAയുടെ അടുത്ത് കൊണ്ടെത്തിക്കുന്ന ആരാണ്? tRNA ആണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ഇറ്റ് ക്യാരീസ് അമിനോ ആസിഡ് ടു ദി mRNA. അടുത്തത് ഫംഗ്ഷൻ ഓഫ് ലിഗമെന്റ്. ലിഗമെന്റ് എന്തിനേയും കണക്ട് ചെയ്യുന്നതാണ്? ബോണിനെ ബോണോട് കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ് എന്ന് പറയുന്നത് അല്ലേ? ബോണിനെ ബോണോട് കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യമാണ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് ഈ ഫിഗർ 3 ഏത് തരത്തിലുള്ള ഗ്രാഫ്റ്റിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം ഫിഗർ 3 റെപ്രസെന്റ് ചെയ്യുന്നത് വിപ്പ് ആൻഡ് ടങ് ഗ്രാഫ്റ്റിങ്ങിനെയാണ്. ഏത് ഗ്രാഫ്റ്റിങ്ങിനെയാണ്? വിപ്പ് ആൻഡ് ടങ് ഗ്രാഫ്റ്റിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 105ാമത്തെ ചോദ്യം, ഇതിലെ പറയുന്നതിൽ എനേറോബിക് റെസ്പിറേഷനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, 5th and 4th എന്നുള്ളത്. സോ ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദ്യം. സോ ഈ പറയുന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എനേറോബിക് റെസ്പിറേഷനെ കുറിച്ച് പറയുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പം എന്താണ്? 4th and 5th ആണ്. ഇറ്റ് ഈസ് നോട്ട് ടോക്സിക് ടു പ്ലാന്റ്സ് ആൻഡ് ദ പ്രോസസ് ടേക്സ് പ്ലേസ് പാർട്ട്ലി ഇൻ സൈറ്റോസോൾ ആൻഡ് പാർട്ട്ലി ഇൻസൈഡ് മൈറ്റോകോൺട്രിയ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് 106ാമത്തെ ചോദ്യം, ഈ പറയുന്നതിൽ എന്താണ് ഡൗണി മിൽഡ്യൂ ഓഫ് ബ്രസീക്ക, അതായത് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ കോസ് ചെയ്യുന്നത് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡൗണി മിൽഡ്യൂ ഓഫ് ബ്രസീക്ക കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് പാത്തോജനിക് ഓർഗാനിസം ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പെർണോസ്പോറ പാരാസിറ്റിക്കാണ്. പെർണോസ്പോറ പാരാസിറ്റിക്കാണ്. അടുത്തത് IUCN ത്രെഡ് സ്റ്റാറ്റസിൽ വെൻ എക്സോസ്റ്റീവ് സർവീസ് ഈസ് നോൺ ഓർ അൺഎക്സ്പെക്ടഡ് ഹാബിറ്റാറ്റ് ഹാവ് ടു ഫെയിൽ ടു റെക്കോർഡ് ആൻ ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ്. അപ്പം എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം ഒരു എന്താണ് എക്സോസ്റ്റീവ് സർവേയിലും ഒരു ഇൻഡിവിജ്വലിനെ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവൻ ഫെയിൽ ആയെങ്കിൽ ആ ജീവിയെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ 108ാമത്തെ ചോദ്യം, ചൂസ് ദ DNA സീക്വൻസ് ഫ്രം വിച്ച് ദിസ് mRNA സീക്വൻസ് വാസ് ട്രാൻസ്ക്രൈബ്ഡ്. അപ്പം നോക്കിയാൽ മതി, DNA സീക്വൻസിൽ യു കാണത്തില്ല. അപ്പം ഇതിലെല്ലാ സീക്വൻസിലും താഴോട്ട് പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെയും അവസാനത്തെ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും യു ഉണ്ടല്ലേ. അപ്പം ബിയും സിയും വരത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ അഡിനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് തൈം. ആൻസർ എ ആണ്. 108ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ ആണ് വരുന്നത്. ദെൻ അടുത്തത് HIV കോസസ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ബൈ അറ്റാക്കിങ് ഏത് സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഹെൽപ്പർ T സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് ക്രോസ് ബ്രിഡ്ജ്. സാർക്കോമിയറിലെ എന്താണ് മസിൽ സെൽസ്, സ്കെൽറ്റൽ മസിലെ സാർക്കോമിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ബ്രിഡ്ജ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ക്രോസ് ബ്രിഡ്ജ് ആരാ ഉണ്ടാക്കുന്നത്? മയോസിന്റെ ഹെഡ് ഉപയോഗിച്ച് മയോസിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 110ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്, മയോസിനാണ്. ഇനി ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത് ഇതിൽ ഏത് ചേംബർ ആണ്? ലെഫ്റ്റ്
ലെഫ്റ്റ് ഏട്രിയം ആണ് അല്ലേ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് പൾമണറി വെയിൻ വന്ന് ഓപ്പൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയം ആണ്. അടുത്തത് എന്താണ് ഓർഗനൈസേഷൻ. ഇതിൽ ആനിമൽ ബോഡി സെല്ലാർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സെൽസ്, അത് കഴിഞ്ഞ് ഏതാണ് വരുന്നത് ടിഷ്യൂസ് അല്ലേ. സെൽസ് കഴിഞ്ഞ് ടിഷ്യൂസ് കഴിഞ്ഞ് പിന്നെന്താണ് വരുന്നത് നമ്മുടെ ഓർഗൻസ് കഴിഞ്ഞ് ഓർഗൻ സിസ്റ്റം അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 113ാമത്തെ ചോദ്യം, ഈ പറയുന്നതിൽ അസിംബയോട്ടിക് ബാക്ടീരിയം ഏതാണ്? അസിംബയോട്ടിക് ബാക്ടീരിയം എന്ന് പറയുന്നത് അസറ്റോബാക്ടറും ക്ലോസ്ട്രീഡിയം ആണ്. സോ ആൻസർ വരുന്നത് ബി ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ്. അസറ്റോബാക്ടർ, ക്ലോസ്ട്രീഡിയം, പാസ്റ്റുറാനിയം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 114ാമത്തെ ചോദ്യം, ഇന്റർമീഡിയറ്റ് ഫോംസ് ഫൗണ്ട് ഇൻ ട്രാൻസിഷണൽ റീജിയൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ ബിറ്റ്വീൻ ടു റിലേറ്റഡ് എക്കോ ടൈപ്സ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് എക്കോ ക്ലൈൻസ് ആണ്. ഓക്കെ. ദ ഫസ്റ്റ് സിറൽ സ്റ്റേജ് ഇൻ സീറോസിയറിലെ ആദ്യത്തെ സിറൽ സ്റ്റേജ് ഏതാണ്? ക്രസ്റ്റോസ് ലൈക്കൻ സ്റ്റേജ് ആണ്. ഏതാണ്? ക്രസ്റ്റോസ് ലൈക്കൻ സ്റ്റേജ് ആണ്. ഈ പറയുന്നതിൽ ചൂസ് എ കറക്റ്റ് ആൻസർ. സർഫസ് ഫൈബർ, ബാസ് ഫൈബർ. അപ്പൊ ആൻസർ വരുന്നത് 116ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ എ ആണ്. അടുത്തത് ഈ പറയുന്നതിൽ ഗ്ലൈക്കോളിസിസ് സീക്വൻസിൽ നെറ്റ് ഗെയിൻ ATP എത്ര എണ്ണം ഗെയിൻ ചെയ്യുന്നു, NADH2 എത്ര എണ്ണം ഗെയിൻ ചെയ്യുന്നു? സോ ആൻസർ വരുന്നത് എ ആണ്. 2 എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആൻസർ കണ്ടുപിടിക്കാനാണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് വരുന്നതെന്ന് കണ്ടെത്താനാണ്. സോ 118ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ. ക്ലം, ബാംബു, കോഡറ്റ്, കോക്കനട്ട്, ഡെക്കറന്റ്, ഡാൽബർഗിയ, എക്സ്കറന്റ്, യൂക്കാലിപ്റ്റസ് എന്നുള്ള രീതിക്കാണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ബ്രീത്തിങ് റേറ്റ് ഈസ് മോസ്റ്റ്ലി ഡിറ്റർമിൻഡ് ബൈ. ബ്രീത്തിങ് റേറ്റിനെ മോസ്റ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ബ്ലഡ് ആണ്. അപ്പം ബ്ലഡിലെ കാർബൺ ഡയോക്സൈഡിന്റെ റേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് ബ്രീത്തിങ് റേറ്റും കൂടും. ദെൻ അതേപോലെ മൗണ്ടൈൻ റേഞ്ചിൽ എന്താണ് മൗണ്ടൈൻ റേഞ്ച് സെപ്പറേറ്റ്സ് എ പോപ്പുലേഷൻ ഓഫ് ഗൊറില്ലാസ്. ആഫ്റ്റർ മെനി ജനറേഷൻ ദ ഗൊറില്ലാസ് ഓൺ ദി സൈഡ് ഓഫ് ദി മൗണ്ടൈൻസ് കനോട്ട് പ്രൊഡ്യൂസ് വയബിൾ ഫെർട്ടൈൽ ഓഫ്സ്പ്രിംഗ് വിത്ത് ദെയർ കൗണ്ടർ പാർട്സ് ഓൺ ദി അതർ സൈഡ്. വാട്ട് ഹാസ് ഹാപ്പൻഡ്? അപ്പം ഈ 120ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. അല്ലോപാട്രിക് സ്പീസിയേഷൻ ആണ്. ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ബാരിയർ വരുന്ന സമയത്ത് ഒരു സെയിം പോപ്പുലേഷനിൽ വരുന്ന ഓർഗാനിസംസ് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും എവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ട് എന്ത് ചെയ്യും? എവല്യൂഷനിലൂടെ സെപ്പറേറ്റ് സ്പീഷീസ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് അല്ലോപാട്രിക് സ്പീസിയേഷൻ ആണ്. ഇനി 121ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണോമസ് ഓർഗനൈസേഷൻ വിച്ച് അഡ്വൈസസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് NCERT ആണ്. ഓക്കെ. then അടുത്തത് പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ പീരീഡ് ടു അറ്റൈൻ ലേണിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യും. അതായത് ഒരു പീരീഡ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഒരു പീരീഡിൽ കണ്ടക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എന്താണ് പ്ലാനിങ്ങിനെ നമ്മൾ എന്താ പറയുന്നത്? ലെസൺ പ്ലാൻ എന്നാണ് പറയുന്നത്. ലെസൺ പ്ലാൻ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ് ടു ഡെവലപ്പ് സയന്റിഫിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആണ് അല്ലേ. ദെൻ അടുത്തത് 124ാമത്തെ ചോദ്യം, ഇതിൽ ഈ പറയുന്നതിൽ ഹെലൻ പാർക്കസ്റ്റ് ഡെവലപ്പ് ചെയ്ത മോഡൽ ഏതാണ്? അപ്പോൾ ഡാൽട്ടൺ പ്ലാൻ ആണ് ഹെലൻ പാർക്കസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അടുത്ത പെഡഗോഗിക് പ്രാക്ടീസ് വിച്ച് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം ഫ്രം ഒപ്രഷൻ ആൻഡ് സഫറിങ്. അപ്പോൾ നമുക്കറിയാം അത് ക്രിട്ടിക്കൽ പെഡഗോഗി ആണ്. 125ന്റെ ഉത്തരം വരുന്നത്. സയൻസ് പ്രോസസ് സ്കിൽസ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതിലാണ്? മക്കോമാർ ക്യാഗർ ടാക്സോണമിയിലാണ്. ദെൻ pillar of education encourages individual to reflect on their own values, beliefs and identity. അപ്പോൾ എന്താണ് അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സ്, ഐഡന്റിറ്റി അതിനെല്ലാം എന്താണ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഏതാണ്? നമ്മുടെ എ ഓപ്ഷൻ ആണ്, ലേണിംഗ് ടു ബി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് അബൌട്ട് പ്രോജക്ട് മെത്തേഡിനെ പറ്റി പറയുന്നതിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ട് വരുന്നത്? പ്രൊമോട്ട്സ് ഹാബിറ്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ്. പ്രൊമോട്ട്സ് ഹാബിറ്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. 129ാമത്തെ ചോദ്യം, ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷനിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്?
അപ്പോൾ നോളജ് ഡൊമൈൻ ആണ് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് യൂസസ് മൾട്ടി സെൻസറി ലേണിംഗ് അല്ലെ, മൾട്ടി സെൻസറി ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒരു ക്ലാസ്സിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത സയൻസ് ഇസ് എ പ്രോഡക്റ്റ് കംപ്രൈസസ് ഓഫ്, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആണ്, ടെൻറ്റേറ്റീവ് ആണ്, കൺസെപ്റ്റ് ആണ് നിലവിൽ പറയുന്നത്. സോ ഇത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. സയൻസ് ഇസ് എ പ്രോഡക്റ്റ് കംപ്രൈസസ് ഓഫ് കൺസെപ്റ്റ്സ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു മോണിറ്റർ സ്റ്റുഡൻറ് ലേണിംഗ് ടു പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ആൻ അഡ്വൈസറി ബോഡി ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഓൾ മാറ്റേഴ്സ് കൺസേണിംഗ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ദെൻ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രൊപ്പണന്റ് ആരാണ്? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രൊപ്പണന്റ് പിയാഷെയാണ്. Then biographical method, which is the most appropriate about biographical method? Biographical method ne kurichu parayumbo ഏറ്റവും appropriate ആയിട്ട് വരുന്നത് എന്താണ്? It unlocks evolutionary nature of science എന്ന് നമുക്ക് പറയാം. Unlock evolutionary nature of science എന്ന് പറയാം. Then curriculum എന്ന് പറയുന്നത് എന്താണ്? It's tool in the hand of artist to mold his material according to his ideal in his studio. അപ്പോൾ ഈ പറയുന്ന ഡെഫിനിഷനിൽ ഐഡിയൽ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒബ്ജക്റ്റീവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊവൈഡ് സ്മോൾ സ്റ്റെപ്പ് ലേണിംഗ് വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത്. 138ാമത്തെ ചോദ്യം, a set of broadly transferable abilities appropriate to many science disciplines and reflective of the behavior of scientists is called എന്താണ്? സയൻസ് പ്രോസസ് സ്കിൽസ് ആണ്. 139ാമത്തെ ചോദ്യം, which curriculum is based on cognitive theory of Jerome S. Bruner? Answer spiral curriculum. Then which among the following is a guiding principle for the science curriculum development according to NCF 2005? അപ്പോൾ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? NCF പറയുന്ന ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദി സ്കൂൾ എന്നുള്ളതാണ്. വിച്ച് among the following comes under characteristics of a curriculum? കരിക്കുലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ പ്രധാനമായും വരുന്നത് ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻറ് എക്സ്പീരിയൻസസ് ദാറ്റ് ഒക്കർ ഇൻ എഡ്യൂക്കേഷണൽ പ്രോസസ്. കരിക്കുലം എന്താണ്? ടോട്ടാലിറ്റി ഓഫ് സ്റ്റുഡൻറ് എക്സ്പീരിയൻസസ് ദാറ്റ് ഒക്കർ ഇൻ ദി എഡ്യൂക്കേഷണൽ പ്രോസസ് എന്നുള്ളതാണ്. അപ്പോൾ ഇമേജിങ് വരുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ്റെ കീഴിലാണ്. അടുത്തത് ദ മെത്തേഡ് വിച്ച് ഇൻവോൾവ്സ് ദി ഇൻഫറൻസ് ഓഫ് ജനറൽ ലോസ് ഓർ പ്രിൻസിപ്പിൾസ് ഫ്രം പർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. അപ്പോൾ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ. A document which explains summary of different topics covered or unit that will be taught in a specific subject under a particular course. അപ്പോൾ 144ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് സിലബസ് ആണ്. ഓക്കെ. ദെൻ 146ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിറ്റ്യൂഡൽ ഡൊമൈനിൽ എന്തൊക്കെയാണ് വരുന്നത്? Thinking rationally about individuals' values and taking decisions accordingly. Okay. Then 147 യൂട്യൂബ് ചാനൽ ഓഫ് ഫസ്റ്റ് ബെൽ പ്രോഗ്രാം ഈസ് എന്താണ്? ഇറ്റ്സ് വിക്ടേഴ്സ് എന്നുള്ളതാണ്. അടുത്തത് എ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ഇൻ സയൻസ് ലബോറട്ടറി വിച്ച് കണ്ടെയ്ൻ ഡീറ്റെയിൽ ഓഫ് കെമിക്കൽ ആൻഡ് അതർ ഫ്ലൂയിഡ് ലൈക്ലി ടു ബി യൂസ്ഡ് അപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 148ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ഇതാണ് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ എന്നുള്ളതാണ്. Then അടുത്തത് among the following which is an integrated process skill? ഏതാണ്? എക്സ്പെരിമെൻറ്റിംഗ് ആണ്. Then അടുത്തത് which of the following provides more effective learning experience according to Dale's cone of experience? അപ്പോൾ അതിൽ വരുന്നത് ഏതാണ്? ഫീൽഡ് ട്രിപ്പാണ്. ഓക്കെ. ഫീൽഡ് ട്രിപ്പാണ് ഏറ്റവും കൂടുതൽ എന്താണ് ലേണിംഗ് എഫക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ വരുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈസി ആയിരുന്നു എക്സാം എന്ന് വിചാരിക്കുന്നു. പൊതുവിൽ ഏകദേശം മുൻ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.